ഹലോ ഗായ്സ്, നോട്ടറോസിന്റെ മറ്റൊരു ക്രിക്കറ്റ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി 2-ന്റെ മറ്റൊരു എസ്കേപ്പ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പ് ഇല്ലാണ്ട് തന്നെ ബാക്കി 2 എസ്കേപ്പ് ചെയ്യാനുള്ള അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് അല്ലെങ്കിൽ ബോട്ട് എസ്കേപ്പ് ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. നമ്മുടെ സാധനങ്ങൾ കിട്ടുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നതനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളത് നമ്മൾ പറയാനുള്ളത്. അത് നമുക്ക് നമ്മുടെ ഗ്രാനി നമ്മുടെ തള്ളശ്ശിനെ വെച്ചിട്ട് തന്നെ കളിക്കുന്നത്. ഇനി നമ്മുടെ ബോത്ത് വരുമോ നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരെ വേണ്ട ഇതൊന്ന് വായിച്ച് നോക്കാം. അങ്ങനെ വായിച്ച് നോക്കാം, നിങ്ങൾ വായിച്ച് നോക്കിക്കോ. അത്ര ഉള്ളോ, വേറെ ഒന്നുമില്ല. നമ്മളത് കുറേ വട്ടം കിട്ടുക. അത് ഹെഡ്ഫോൺ വിൽക്കാനുണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹെഡ്ഫോൺ വിൽക്കാനാണ്. നിങ്ങൾ ജസ്റ്റ് ഹെഡ്ഫോൺ വെച്ച് അത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഡേ 1 തന്നെയാണ് അതെനിക്ക് തോന്നി. അപ്പം നമുക്കത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണം, കാരണം അത്രയൊന്നും സമയമില്ല നമുക്ക്. ഇത് നമ്മുടെ പണ്ടത്തെ കട്ടിലല്ലേ, നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഇന്നുണ്ടായേ. നമുക്ക് ഇന്ന് നമ്മൾ ഉറപ്പായിട്ട് ഇതിന് നല്ലൊരു എസ്കേപ്പ്. ബോട്ടിൽ ഹെലികോപ്റ്റർ മെയിൻ ഡോർ ഇല്ല. അപ്പം നമുക്ക് നേരെ അടിയിൽ ഫുള്ള് സെർച്ച് ചെയ്യാം. ഇവിടെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ, പറഞ്ഞ പോലെ ഇവിടെ ഒരു സാധനം പോലെ തളർച്ച വെച്ചിട്ടില്ല. തള്ളശ്ശേരി എന്തുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ തള്ളശ്ശേരി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ ഫുള്ള് മുകളിൽ പോയി നല്ലോണമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഡക്ട് ടാപ്പ് കിട്ടിയിട്ടുണ്ട്, ആ നല്ലതാ. ഇവിടെ ആയിട്ടൊന്നുമില്ല. ബോട്ടിക്ക് നമുക്ക് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട്, അത് നല്ലതാ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റൺ ഗൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്ലാസ് ഫ്യൂസും കൂടി കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി ഫ്യൂലും ഇതെവിടെ ഗ്ലാസ് ഫ്യൂസ് ഉണ്ട്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തള്ളശ്ശീനെ കൂട്ടിയിട്ടുണ്ട് നമുക്ക്. അയ്യോ, അതെവിടേക്ക് പോയേ? സെക്യൂരിറ്റി എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ 2 പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പിക്ചറും കൂടി കിട്ടണം. അതെവിടെയാവോ? നമുക്ക് കുറച്ചും കൂടി തപ്പേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ക്രോബാർ കിട്ടിയിട്ടുണ്ട്, അത് നല്ല ഐഡിയ. ഇവിടെ ഇട്ടും കൂടി നമുക്ക് തപ്പാണ്. ഇവിടെ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ലല്ലോ. നമുക്ക് ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ പിക്ചർ എവിടെയാവും സംശയം. ഇവിടെ ആയിട്ടുണ്ടാവാറ്, ഇവിടെ ഇല്ല. അവിടെയാണ് പിക്ചർ. അത് കുറച്ച് സീനാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഫ്രഞ്ച് എടുത്തിട്ട് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട്, നല്ല ഐഡിയ. അപ്പോൾ ഫ്രഞ്ച് എടുത്തിട്ട് നമുക്ക് അവിടെ തുടങ്ങാൻ എന്നിട്ട് അതിനെ നമുക്ക് തീർക്കാം. നമ്മുടെ തള്ളശ്ശിനെ ഒരു വട്ടം കൂടി നമ്മൾ തട്ടിയിട്ടുണ്ട്. തള്ളശ്ശി അവിടെ വടിയിട്ട് കിടക്കുന്നുണ്ട്. വടി പിടിച്ച് തന്നെ വടിയിട്ട് കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇത് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. നമുക്ക് വേണേൽ തീർക്കാം. എന്നാൽ അത് ആദ്യം തുറന്നു കളയിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമായിരിക്കും. ഈ ഒക്ടോബക്സ് നമ്മൾ തീർക്കും. അതാണൊരു പേടി. ഒരു ബോംബ് ഇട്ടെങ്കിൽ നമുക്ക് തീർക്കായിരുന്നു സിമ്പിളായിട്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റൺ ഗൺ എടുക്കണം.
സ്കാനും കണ്ടെടുത്ത് സെറ്റായി തോന്നുന്നു. ഒരു വിച്ചറും കൂടി കിട്ടി കഴിഞ്ഞാൽ ഇനി വെപ്പെങ്കിൽ കിട്ടിയിട്ടില്ലട്ടെ. അതില്ലെങ്കിൽ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പറഞ്ഞ സാധ്യത നടക്കില്ല. അപ്പൊ അതും കൂടി അതെവിടേക്കും എനിക്ക് തോന്നുന്നത് റോബാറ് ആണായിരിക്കും. നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്. മോളിൽ മരിക്കിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് മോളിലും കൂടി നോക്കണം. ഇവിടെ ആയിട്ട് വെപ്പൻ കീ ഉണ്ടാവോ? ഇവിടെ ആയിട്ട് ആൻബിയിലാണ്. ഇവിടെയും കൂടി എൻ്റെ വെപ്പൻ കീ ഉണ്ടോന്ന് സംശയം. കളി മാറി. നമ്മൾ മൂഞ്ചിട്ടുണ്ട്. നമ്മള് തോക്ക് കിട്ടി. നമ്മൾ തോക്കിൽ അടുത്ത് പോയി വെടിവെച്ചപ്പോ തള്ളശ്ശി സിമ്പിളായിട്ട് നമ്മളെ പിടിച്ചു. അപ്പൊ നമുക്ക് അത് തന്നെ ഒയ്യോ ഗൈസ് മൂഞ്ചി ഗൈസ്. ഡേ 2 ആയി. നമ്മൾ ഡേ 1 വിചാരിച്ചത് ഹെലികോപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ. നമ്മുടെ കഴുപ്പായിരുന്നു ഗൈസ്. പറഞ്ഞ പോലെ ആ വീടിന് ഞാൻ കട്ടാക്കി കളഞ്ഞറിയാണ്ട്. ഇനി വരട്ടെ ഗൈസ്. ഗൈസ് ഇനി ഇവിടുത്തെ കളികളാണ്. നമുക്ക് ഹെലികോപ്റ്റർ സ്കേപ്പ് ചെയ്യാൻ ഇവിടെ കുറെ കളികളുണ്ട്. ഒന്നാമത് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് ഫ്യൂസും കൂടി എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്യൂവലും കുറെ സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഗ്യാനിനെ ബോംബിട്ട് നമുക്ക് കൊല്ലാനുള്ള പ്ലാനാണ്. ഇവിടെ ഒരു ബോംബിന്റെ സെറ്റ് ഉണ്ട്. നമുക്ക് അതിൽ ഒരെണ്ണം എടുക്കാം. തള്ളശ്ശേരി ഇങ്ങോട്ട് വരക്കണം. അതിനായിട്ട് എന്തെങ്കിലും നമുക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ തള്ളശ്ശേരി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തള്ളശ്ശേരി വന്നിട്ടുണ്ട്. തള്ളശ്ശേരി ബോംബ് വിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. നമുക്ക് ക്രോബാർ എടുക്കണം. അതിന് നമുക്ക് സെറ്റ് ആവുള്ളൂ. അപ്പൊ അത് ഫുള്ള് നമുക്ക് സെറ്റ് ആക്കിയിട്ട് വരാം. അപ്പൊ അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ളും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ് പീസ് എടുക്കും. ഗ്ലാസ് പീസ് ഇവിടെ ഇട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ് പീസ് ആദ്യത്തെ അവിടെ വെക്കണം. ഓരോ സാധനങ്ങൾ എടുക്കണം. ഗ്ലാസ് ഫ്യൂസ് ആദ്യം വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പ്. നമ്മൾ അങ്ങനെ ഫ്യൂവലും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഹെലികോപ്റ്ററിനെയും കൂടി എടുത്താൽ മതി. അങ്ങനെ നമ്മളങ്ങനെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാൻ പോകണം. ഫുള്ളും സെറ്റ് ആക്കിയിട്ടുണ്ട്.
ഗൈസ് ഇത്രയുള്ളോ? കഴിഞ്ഞു കളി കഴിഞ്ഞു. നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്ത് നമ്മുടെ ഗ്യാനിറ്റുവിൻ്റെ സെക്കൻഡ് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാനിയുടെ ഒരെണ്ണം പെട്ടെന്ന് ബാക്കായി പോയിതായിരുന്നു. അപ്പോൾ അങ്ങനെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്തു. അത് നമ്മൾ അറിയേണ്ട ഡേ 1 നമുക്ക് ജയിക്കുന്നു. അത് ഡേ 1 നമ്മൾ കഴുപ്പ് കാണിച്ചതായിരുന്നു. അത് നമ്മൾ തോക്ക് വെപ്പൺ എടുത്തിട്ട് നമ്മളവിടെ വെറുതെ കുറച്ചും കൂടി ഇറങ്ങിപ്പോയി. അപ്പോൾ ഗ്രാനി സുഖമായിട്ട് പിടിച്ചു. അത്ര ഒരു കുഞ്ഞൊരു കഴുപ്പ് കാണിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡേ 1 തന്നെ നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേറെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ഈ എസ്കേപ്പും ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.